എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. പുതിയൊരു ജ്യോതിഷ വർഷത്തിന്റെ തുടക്കമാണല്ലോ വിഷു. സൂര്യൻ മേടം രാശിയിൽ ഉച്ചസ്ഥിതിയിലെത്തുന്ന ഈ പുണ്യവേളയിൽ നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങാനും ഐശ്വര്യം വരാനും നാം എന്തൊക്കെ ചെയ്യണം? ഈ വർഷം ഏതൊക്കെ നക്ഷത്രക്കാരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? ഈ വിഷുക്കാലത്ത് നാം ചെയ്യേണ്ട ലളിതമായ ദോഷപരിഹാരങ്ങൾ എന്തൊക്കെയെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. ജ്യോതിഷപരമായി നോക്കിയാൽ പകലും രാവും തുല്യമായി വരുന്ന സമയത്താണ് വിഷു ആഘോഷിക്കുന്നത്. ഒരു പുതിയ തുടക്കത്തിന്റെ അടയാളമാണിത്. അതുകൊണ്ട് തന്നെ ഈ ദിവസം ചെയ്യുന്ന പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. കഴിഞ്ഞ കാലത്തെ ദോഷങ്ങൾ അകറ്റി ഐശ്വര്യപൂർണമായ ഒരു വർഷം തുടങ്ങാൻ ഈ ദിവസം നമ്മെ സഹായിക്കുന്നു. ഈ വർഷത്തെ ഗ്രഹനില പ്രകാരം ചില നക്ഷത്രക്കാർക്ക് കണ്ടകശനിയോ ഏഴര ശനിയോ ഉള്ള സമയമാണ്. പ്രത്യേകിച്ച് മിഥുനം, തുലാം, കുംഭം, മകരം, മീനം രാശികളിൽ വരുന്ന നക്ഷത്രക്കാർ ഈ വിഷു സംക്രമ സമയത്ത് ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ജോലി കാര്യത്തിലോ സാമ്പത്തിക കാര്യത്തിലോ ചെറിയ തടസ്സങ്ങൾ അനുഭവപ്പെടുന്നവർക്ക് വിഷു ദിവസം ചെയ്യുന്ന ഈ പരിഹാരങ്ങൾ വലിയ ആശ്വാസമാകും. ദോഷപരിഹാരങ്ങൾ. ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് വിഷുക്കണി തന്നെയാണ്. പുലർച്ചെ എഴുന്നേറ്റു ഐശ്വര്യപൂർണമായ കണി കാണുന്നത് വഴി ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പോസിറ്റീവ് എനർജി നമുക്ക് ലഭിക്കുന്നു. രണ്ടാമതായി, അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലോ കൃഷ്ണക്ഷേത്രത്തിലോ പോയി വിഷു കൈനീട്ടം ഭഗവാന് സമർപ്പിക്കുക. ദോഷകാലം അനുഭവിക്കുന്ന നക്ഷത്രക്കാർക്ക് തുളസിമാല ചാർത്തുന്നതും പാൽപായസം വഴിപാടായി നടത്തുന്നതും അത്യുത്തമമാണ്. മറ്റൊരു പ്രധാന കാര്യം ദാനമാണ്. കൈനീട്ടം വാങ്ങുന്നത് പോലെ തന്നെ മറ്റുള്ളവർക്ക് നൽകുന്നതും പുണ്യമാണ്. വിഷു ദിവസം വിശക്കുന്ന ഒരാൾക്കെങ്കിലും ഭക്ഷണം നൽകുന്നത് ഏത് വലിയ ദോഷത്തെയും ലഘൂകരിക്കാൻ സഹായിക്കും. വീട്ടിൽ ഐശ്വര്യം നിറയാൻ ഈ ദിവസം സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെ നല്ലതാണ്. മനസ്സ് ശുദ്ധിയോടെ ഭഗവാനെ ധ്യാനിച്ചാൽ ഈ പുതിയ വർഷം നിങ്ങൾക്ക് എല്ലാവിധ നേട്ടങ്ങളും നൽകും. നിങ്ങളുടെ നക്ഷത്രത്തെക്കുറിച്ചോ പരിഹാരങ്ങളെക്കുറിച്ചോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഈ അറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു വിഷുക്കാലം ആശംസിക്കുന്നു. നന്ദി.